ഹായ് കൂട്ടുകാരെ, 30 ക്ലാസ്സുകളിലൂടെയാണ് മലയാളം തെറ്റുകൂടാതെ വായിക്കാനും എഴുതാനും ഞാൻ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ ക്ലാസ് കഴിഞ്ഞു. ദീർഘത്തെക്കുറിച്ചാണ് പഠിച്ചത്. എല്ലാവരും എഴുതി പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്ന് രണ്ടാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വള്ളിയെക്കുറിച്ചും കെട്ടുവള്ളിയെക്കുറിച്ചും ആണ്. വള്ളിയെക്കുറിച്ചും കെട്ടുവള്ളിയെക്കുറിച്ചും പഠിക്കുന്നതിനായിട്ട് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. റെഡിയല്ലേ? 2 വര കോപ്പിയും കടലാസ് പെൻസിലും എടുത്തുകൊള്ളൂ. വള്ളിയെയും കെട്ടുവള്ളിയെയും നമുക്ക് പരിചയപ്പെടാം. ഞാനിവിടെ ഒരു അക്ഷരം എഴുതാൻ പോവുകയാണ്. ഈ അക്ഷരം റായാണ്. റാ, പാറ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിലെ റായാണിത്. ഈ റാ എന്ന അക്ഷരത്തിന്റെ കൂടെ നമുക്ക് വള്ളിയെയും കെട്ടുവള്ളിയെയും എങ്ങനെ എഴുതാം എന്ന് പറഞ്ഞു തരാം. 2 വര കോപ്പിയിൽ തന്നെ എഴുതണേ. ഇവിടുന്ന് തുടങ്ങണം. ഒരിക്കലും ഇവിടുന്നൊന്നും തുടങ്ങരുത്. റായുടെ തൊട്ട് മുകളിൽ വലതുഭാഗത്തു നിന്ന് നമ്മൾ വള്ളി ഇങ്ങനെ വളയാതെ ഈ വരയിൽ വന്ന് മുട്ടിക്കണം. അപ്പോൾ വള്ളിയുടെ തല എപ്പോഴും 2 വരയുടെ പുറത്തായിരിക്കും. റായിന്റെ കൂടെ വള്ളി ഇടുമ്പോൾ നമ്മൾ ഇതിനെ വായിക്കുന്നത് റി എന്നാണ്. ഇനി കെട്ടുവള്ളിയെ പരിചയപ്പെടുത്തട്ടെ. ഇതേപോലെ റാ എന്ന അക്ഷരത്തിന്റെ തൊട്ട് മുകളിൽ വലതുവശത്തായിട്ട് ഒരു കെട്ടിടുക. ആ കെട്ടിടുന്നത് ഇങ്ങനെ തുടങ്ങണം കേട്ടോ. വലതുവശത്തുനിന്ന് ഇങ്ങനെ വന്ന് താഴേക്ക് വന്ന് കെട്ടുമുറുക്കി ഇങ്ങനെ വളയാതെ താഴെ പതുക്കെ എഴുതുക. അപ്പൊ നമ്മൾ റീ എന്ന് വായിക്കും. റി റീ. അപ്പൊ വള്ളിയെയും കെട്ടുവള്ളിയെയും പരിചയപ്പെട്ടോ. ഇനി ഇത് രണ്ടും നിങ്ങൾ 2 വര കോപ്പിയിൽ രണ്ടാമത്തെ പേജ് നിറച്ച് എഴുതി വെക്കണേ. നോക്കൂ കൂട്ടുകാരെ, വള്ളിയും കെട്ടുവള്ളിയും ഉപയോഗിച്ചുകൊണ്ടുള്ള വാക്കുകൾ ഇതാ. കിളി, കിളി. കീരി, കീരി. ഇവിടെ നീട്ടി വായിക്കുമ്പോൾ കെട്ടുവള്ളി. കീരി. പിട, പീലി, പീലി. കീടം, മീട്ടി, നീട്ടി. ചീറി, പാറി, കാറി. ഇതാരാ കിടക്കണേ? നമ്മൾ പഠിച്ചൂലേ? ദീർഘം. പാ നീട്ടി വായിക്കണു. പാറി, കാറി. അപ്പൊ വള്ളി കൊണ്ടും കെട്ടുവള്ളി കൊണ്ടും ഉപയോഗിക്കുന്ന വാക്കുകളാണിത്. ഇത് നിങ്ങളിപ്പോ പഠിക്കൊന്നും വേണ്ട. നിങ്ങൾ ഇവയെ പരിചയപ്പെട്ടാൽ മാത്രം മതി. അതായത് വള്ളിയെയും കെട്ടുവള്ളിയെയും പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ തന്ന വാക്കുകളാണത്. കേട്ടു പഠിച്ചാൽ മതി. ഇപ്പോൾ എഴുതി പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതട്ടെ. കോപ്പിയുടെ രണ്ടാമത്തെ പേജിൽ ആരെ മാത്രം എഴുതിയാൽ മതി? വള്ളിയെയും കെട്ടുവള്ളിയെയും എഴുതിയാൽ മതി. കൂടെ റായെയും എഴുതണേ. എങ്കിലേ വള്ളിക്ക് നിൽക്കാൻ പറ്റൂ. വള്ളിക്കും കെട്ടുവള്ളിക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. കൂടെ ഒരാൾ വേണം. ആരാ? റാ വേണം. റാ വെച്ചുകൊണ്ട് റീ 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 അങ്ങനെ നിറച്ചും രണ്ടാമത്തെ പേജിൽ എഴുതാൻ മറക്കല്ലേ. അപ്പൊ ടീച്ചറമ്മ 3ാമത്തെ ക്ലാസ്സുമായി 2 ദിവസം കഴിഞ്ഞ് വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.